കുട്ടിക്കാലത്തൊരു കളിപ്പാട്ടത്തിന് വേണ്ടി കൊതിച്ചിരുന്നവരാണ് നമ്മളിൽ പലരും. അതിനായി ഉത്സവങ്ങളും പെരുന്നാളുകളും വരാൻ കാത്തിരിക്കും. എന്നാൽ വീട്ടിലെ സാമ്പത്തിക പരാധീനതകൾ കാരണം അതൊക്കെ ഒരു ആഗ്രഹമായി അവശേഷിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി നൽകുന്നവരാണ് പല മാതാപിതാക്കളും. ചെറിയ കളിപ്പാട്ടങ്ങൾക്ക് പകരം വലിയ ഇലക്ട്രിക് ടോയ് കാറുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നവരെ കാണാം. മക്കൾ വളർന്നു കഴിയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളും മാറും. ചോദിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ വാശിയും ബഹളവും. കൗമാരപ്രായമാകുമ്പോൾ കുട്ടികൾ അച്ഛനമ്മമാർക്ക് കണ്ണീരും വേദനയും സമ്മാനിക്കാൻ തുടങ്ങും. കുട്ടിക്കാലത്ത് ഒരു വടി കൊണ്ട് 2 അടി കൊടുത്താൽ നന്നാക്കാമായിരുന്ന മക്കളെ പിന്നീട് നിലയ്ക്ക് നിർത്താൻ ആയുധം വരെ എടുക്കേണ്ട ഗതികേടിലാണ് മാതാപിതാക്കൾ. തിരുവനന്തപുരത്ത് ആഡംബരക്കാർ വേണമെന്ന് ആവശ്യപ്പെട്ട് വീട്ടിൽ ബഹളം വെച്ച മകനെ അച്ഛൻ കമ്പിപ്പാര കൊണ്ട് ആക്രമിച്ചു. യഥാർത്ഥത്തിൽ ആ മകനെ വഷളാക്കിയതിൻ്റെ ഉത്തരവാദി ആരായിരിക്കും? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതികളുടെ ഏക മകൻ. അവനെ അച്ഛനും അമ്മയും വല്ലാതെ ലാളിച്ചു വളർത്തിയതാണ്. കുട്ടിക്കാലം മുതൽ മകൻ ചോദിക്കുന്നതെല്ലാം അവർ നൽകി. 20-ാം വയസ്സിൽ അവന് 17 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിക്കൊടുത്തു. ആ വാഹനം ഓടിച്ച് മടുത്തപ്പോൾ ആഡംബരക്കാർ വേണമെന്നായി ആവശ്യം. അതിനായി അവൻ വീട്ടിൽ നിരന്തരം ബഹളമുണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ കാർ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ ഇല്ലെന്ന് അച്ഛൻ വിനയാനന്ദൻ പറഞ്ഞെങ്കിലും മകൻ കൂടുതൽ വാശി പിടിച്ചു. മകൻ്റെ പിടിവാശിയിൽ മനമെടുത്ത പിതാവ് ഒടുവിൽ യുവാവിൻ്റെ തലയ്ക്ക് കമ്പിപ്പാര കൊണ്ട് അടിച്ച് ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഹൃതിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിതാവ് വിനയാനന്ദനെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വഞ്ചൂർ സ്വദേശി വിനയാനന്ദന്റെ ഏക മകനാണ് 22-കാരനായ ഹൃത്വിക്. 1 വർഷം മുമ്പ് വിനയാനന്ദൻ മകന് 17 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിക്കൊടുത്തിരുന്നു. ഇതാണിപ്പോൾ മകൻ ഉപയോഗിക്കുന്നത്. ആഡംബരക്കാർ വേണമെന്ന് കുറച്ച് ദിവസങ്ങളായി ഹൃത്വിക് പിതാവിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. കാർ വാങ്ങാനുള്ള സാമ്പത്തികാവസ്ഥ ഇപ്പോൾ ഇല്ലെന്ന് വിനയാനന്ദൻ പറഞ്ഞെങ്കിലും അത് ചെവിക്കൊള്ളാൻ ഹൃത്വിക് തയ്യാറായില്ല. ഇതേ ചൊല്ലിയുണ്ടായ വഴക്കിനിടെ ഇയാൾ മാതാപിതാക്കളെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് ചെറുക്കുന്നതിനിടെയാണ് പിതാവ് കമ്പിപ്പാരയെടുത്ത് മകന്റെ തലക്കടിച്ചത്. ഉടൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ച യുവാവിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഹൃത്വിക്. ഹൃത്വിക്കിന്റെ സുഹൃത്തിന്റെ പരാതിയിൽ പിതാവ് വിനയാനന്ദനെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തു. സംഭവത്തിന് പിന്നാലെ വിനയാനന്ദൻ ഒളിവിൽ പോയെന്നാണ് വിവരം. മകനെ ആക്രമിച്ച ശേഷം പിതാവ് വീട് വിട്ടിറങ്ങി പോയതായാണ് പോലീസിന് ലഭിച്ച മൊഴി. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. സമയം രാത്രി 12:30. കോട്ടയം ഏറ്റുമാനൂർ തെള്ളകത്തെ വീട്ടിൽ അന്ന് എന്തായിരിക്കും സംഭവിച്ചത്? ദമ്പതികളും മകനും ഭർത്തൃപിതാവും മാത്രം താമസിച്ചിരുന്ന വീട്ടിൽ ഒരു കൊലപാതകം നടന്നത് മറ്റാരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? തെള്ളകത്തെ വീട്ടമ്മയുടെ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ? ലീനയുടെ മരണത്തിൽ ഭർത്താവ് ജോസിനെ ചോദ്യം ചെയ്തെങ്കിലും യാതൊരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതോടെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്ത ഭർത്താവിനെ പോലീസ് വിട്ടയച്ചു. ലീന സ്വയം കഴുത്തു മുറിച്ച് മരിച്ചതാകാമെന്ന നിഗമനത്തിലാണ് നിലവിൽ പോലീസ്. ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതുവരെ കാത്തിരിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ലീനയുടെ കഴുത്തിൽ ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ലഭിച്ച വിവരം. കൊലപാതകമാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി ഡോക്ടർ മൊഴി നൽകിയതോടെയാണ് പോലീസ് ജോസിനെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. എന്നാൽ വിശദമായി ചോദ്യം ചെയ്യൽ പൂർത്തിയായതോടെ കൊലപാതകമെന്ന് ഉറപ്പിക്കാൻ പോലീസിനായില്ല. മാനസിക വിഭ്രാന്തിയുള്ള വ്യക്തിയെന്ന നിലയിൽ ലീന സ്വയം കഴുത്തിന് കത്തികൊണ്ട് മുറിവുണ്ടാക്കിയതാകാമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. കേസിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾക്കായി കാത്തിരിക്കാനാണ് പോലീസിന്റെ തീരുമാനം.
ഭാഗത്താണ് ലീനയുടെ മൃതദേഹം കഴുത്തിന് മാരകമായ മുറിവേറ്റ നിലയിൽ കാണപ്പെട്ടത്. രാത്രി 12:00 മൂത്ത മകൻ വീട്ടിലെത്തിയപ്പോഴായിരുന്നു മൃതദേഹം കണ്ടത്. ഈ സമയം ലീനയുടെ ഭർത്താവ് ജോസും ഇളയ മകനും ജോസിന്റെ പിതാവും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിലുണ്ടായിരുന്നവർ സംഭവത്തെക്കുറിച്ച് അറിയാഞ്ഞത് എന്ത് എന്ന സംശയം പോലീസിന് ബാക്കിയാണ്. മുറിവ് കഴുത്തിനായതുകൊണ്ട് തന്നെ പുറത്തേക്ക് ശബ്ദം കാര്യമായി വന്നില്ലേ എന്നതാണ് മറ്റൊരു സംശയം. ഏതായാലും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കോട്ടയം. ജയിനമ്മ ബിന്ദു പത്മനാഭൻ കൊലപാതകങ്ങൾക്ക് പിന്നാലെ ഐഷ കേസിലും സെബാസ്റ്റ്യന് കുരുക്ക് മുറുകുകയാണ്. ഐഷയെ കൊന്നതും സെബാസ്റ്റ്യനാണെന്ന് ഉറപ്പിക്കുമ്പോൾ ചില തെളിവുകൾ കൂടി കണ്ടെത്തണം. എന്നാൽ 5 സ്ത്രീകളുടെ മൊഴികൾ കേസിൽ നിർണായകമാണ്. ഐഷയും സെബാസ്റ്റ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അറിയാവുന്ന സ്ത്രീകളാണ് മൊഴി നൽകിയത്. സെബാസ്റ്റ്യനെ പ്രതി ചേർത്ത് ചേർത്തല കോടതിയിൽ അന്വേഷണ സംഘം ഉടൻ റിപ്പോർട്ട് നൽകും. ഐഷയുടെ അയൽവാസിയായ സ്ത്രീയും സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്തായ റോസമ്മയും ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തലാണ് തിരോധാന കേസ് വീണ്ടും അന്വേഷിക്കാൻ കാരണമായത്. ഈ സ്ഥലം അടുക്കാറായപ്പോഴാണ് ഇത് തമ്മിൽ ഉടക്കിയത്. അതായത് ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഈ വഴക്ക് തുടങ്ങുന്നത് അല്ലേ? തുടങ്ങി ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്തതും. പിന്നെ അങ്ങോട്ട് പിറ്റേ ദിവസം തരാമെന്നും പറഞ്ഞ് വിളിച്ചിട്ട് സന്ധ്യ 5:30 ആയിട്ടുണ്ട്. ഞങ്ങൾ അയൽക്കൂട്ടം കഴിഞ്ഞ് അവിടെ നിന്നപ്പോഴാണ് കയറാമത്ത പോണത്. ഐഷ പോകുന്നത് ഐഷ പൈസ വാങ്ങാൻ പോയതാണ്. പൈസ വാങ്ങി തരാന്ന് പറഞ്ഞപ്പോ എവിടെ പോണെന്ന് സെബാസ്റ്റ്യൻ, അതായത് വെള്ളിയാഴ്ച സെബാസ്റ്റ്യൻ പറഞ്ഞിരുന്നു പൈസ ശനിയാഴ്ച തരാന്ന് പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച പൈസയ്ക്ക് പോയതാണ്. ഐഷ തിരോധാനത്തിൽ സീരിയൽ കില്ലർ സെബാസ്റ്റ്യന് കുരുക്ക് മുറുകുകയാണ്. ഐഷയെ 2 ലക്ഷം രൂപയ്ക്കും 1.5 പവൻ സ്വർണ്ണമാലയ്ക്കും വേണ്ടിയാണ് സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയതെന്ന് അയൽവാസിയും സുഹൃത്തുമായ സ്ത്രീ ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ വിവിധ അന്വേഷണ സംഘങ്ങൾ അവരുടെ നിർണായകമായ മൊഴി രേഖപ്പെടുത്തി. കൂടാതെ ഐഷയുടെ സുഹൃത്തും ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്ത മറ്റൊരു സ്ത്രീയും സുപ്രധാന വിവരങ്ങൾ അന്വേഷണ സംഘത്തോട് പങ്കുവച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിലുണ്ടായിരുന്ന ഗാഢമായ ബന്ധത്തെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും വ്യക്തമാക്കുന്നതാണ് മൊഴി. ഇവരെ കൂടാതെ 5 പേർ കൂടി അന്വേഷണ സംഘത്തിന് നിർണായകമായ വിവരങ്ങൾ കൈമാറി. ഇതോടെ കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി സെബാസ്റ്റ്യനെ പ്രതി ചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ തീരുമാനമായി. സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്ത് റോസമ്മ ന്യൂസ് 18 പുറത്തു പറഞ്ഞ കാര്യങ്ങളാണ് വർഷങ്ങൾക്ക് മുമ്പ് തെളിവില്ലെന്ന് കണ്ട എഴുതിത്തള്ളിയ കേസിൽ പോലീസ് പുനരന്വേഷണം ആരംഭിച്ചതും സെബാസ്റ്റ്യനിലേക്ക് എത്തിയതും. ഐഷ ടീച്ചറിനോട് അപ്പൊ ഇത്രയും സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്ന ടീച്ചറുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നിരിക്കണമല്ലോ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് വന്നിട്ടുണ്ടോ പോയിട്ടുണ്ടോ അല്ല, ഇവിടെ ഇപ്പൊ നിങ്ങള് ഐഷയും സെബാസ്റ്റ്യനെയും ടീച്ചറും ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോ ഈ പാട്ടിന്റെ അപ്പുറത്തെ വാപ്പാകുമ്പോ ഞാൻ മേടിച്ച സ്ഥലം അപ്പൊ ഞാനിവിടെ ഇല്ലാഞ്ഞപ്പോ ഐഷയും കൂടെ കൂടിക്കൊണ്ടാണ് JCB കൊണ്ടുവന്ന് ആ പറമ്പ് തെളിച്ചു. അന്ന് സെബാസ്റ്റ്യനുണ്ട്. സെബാസ്റ്റ്യനാണ് പറമ്പ് തെളിപ്പിക്കുന്നത്. ഞാനിവിടെ ഇല്ല. അന്ന് ഐഷ ഇവിടെ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയപ്പോഴാണ്. അപ്പൊ ഞാൻ വന്നപ്പോഴാണ് ഇവിടെ തെളിച്ചിട്ടുള്ളത്. ഇതെന്നാന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. ജയിനമ്മ ബിന്ദു പത്മനാഭൻ കേസുകൾക്ക് പിന്നാലെ സെബാസ്റ്റ്യനെ പ്രതി ചേർക്കാൻ തയ്യാറെടുക്കുന്ന 3ാമത്തെ കൊലക്കേസാണ് ഐഷ കേസ്. 2012 മെയ് 12-നാണ് ചേർത്തല വാർനാട് സ്വദേശിയായ ഐഷയെ കാണാതാകുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. ഇതര സംസ്ഥാനക്കാർ തൊഴിൽ തേടി കേരളത്തിലെത്തുന്നത് പോലെ മലയാളികൾ അയൽ സംസ്ഥാനങ്ങളിലേക്കും ജോലിക്ക് പോകാറുണ്ട്. എന്നാൽ അവിടെ അവർ എത്രത്തോളം സുരക്ഷിതരായിരിക്കും? മറ്റൊരു നാട്ടിൽ പോയാൽ ആ നാട്ടിലുള്ളവരുമായി കലഹിച്ചാലും കൂടുതൽ അടുത്താലും കുഴപ്പമാണ്. തമിഴ്നാട് കമ്പത്ത് മലയാളിയെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തൃശൂർ സ്വദേശിയായ മുഹമ്മദ് റാഫിയെ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ കമ്പം സ്വദേശി ഉദയകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നു.
ജില്ലയിലെ കമ്പത്ത് സ്വകാര്യ ലോഡ്ജിൽ വെച്ചാണ് 44 വയസ്സുള്ള മുഹമ്മദ് റാഫി കൊല്ലപ്പെട്ടത്. ഇയാൾ തൃശൂർ സ്വദേശിയാണ്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടെയുണ്ടായിരുന്ന ഉദയകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുഹമ്മദ് റാഫി ഗ്രിൽ വർക്കറാണ്. മുമ്പ് കേരളത്തിൽ റാഫിയോടൊപ്പം ജോലി ചെയ്തിരുന്ന കമ്പം സ്വദേശിയായ ശരവണൻ ഇപ്പോൾ അവിടെ സ്വന്തമായി ഗ്രിൽ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. ജോലി കൂടുതൽ ലഭിച്ചതിനാൽ ശരവണൻ റാഫിയെ കമ്പത്തേക്ക് വിളിച്ചു വരുത്തി. കഴിഞ്ഞ ഒക്ടോബർ 6-ന് കമ്പത്തെത്തിയ റാഫി ചെല്ലാണ്ടി അമ്മൻ കോവിൽ സ്ട്രീറ്റിലുള്ള ഒരു സ്വകാര്യ ലോഡ്ജിൽ താമസിച്ച ശരവണനോടൊപ്പം ജോലി ചെയ്തു വരികയായിരുന്നു. ഒക്ടോബർ 8-ന് രാത്രി റാഫി തന്റെ മുറിയിലേക്ക് മടങ്ങിയെത്തി. തുടർന്ന് മുറിയിൽ താമസിച്ചിരുന്ന കൂടല്ലൂർ MGR കോളനിയിലെ ഉദയകുമാറുമായി ചേർന്ന് ഇരുവരും മദ്യപിച്ചു. മദ്യപാനത്തിനിടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പ്രകോപിതനായ ഉദയകുമാർ ജോലിക്ക് ഉപയോഗിക്കുന്ന ചുറ്റികയെടുത്ത് മുഹമ്മദ് റാഫിയുടെ നെഞ്ചിൽ അടിക്കുകയായിരുന്നു. അടിയേറ്റ റാഫി ബോധരഹിതനായത് കണ്ട് ലോഡ്ജ് ജീവനക്കാർ ഉടൻ തന്നെ കമ്പം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു. ഇൻസ്പെക്ടർ പാർത്ഥിബന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ റാഫി മരിച്ചതായി വ്യക്തമായി. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കമ്പം സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കമ്പം. ഈ നാട്ടിലെ നിയമത്തെക്കുറിച്ചും നിയമ നടപടികളെക്കുറിച്ചും കൃത്യമായി അറിവുള്ളവരാണ് അഭിഭാഷകർ. ഒരു കുറ്റകൃത്യത്തിൻ്റെ ഗൗരവവും അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ചില ക്രിമിനൽ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്ന വക്കീലന്മാരുണ്ട്. കൊച്ചി കുണ്ടന്നൂരിൽ തോക്കു ചൂണ്ടി 80 ലക്ഷം രൂപ കവർന്ന കേസിൻ്റെ മുഖ്യ സൂത്രധാരൻ ഒരു അഭിഭാഷകനാണ്. എറണാകുളം ജില്ലാ കോടതി അഭിഭാഷകനായ നിഖിൽ നരേന്ദ്രനാണ് കവർച്ചാ സംഘത്തെ നിയന്ത്രിച്ചിരുന്നത്. പണം ഇരട്ടിപ്പിക്കൽ സംഘത്തിലെ പ്രധാനിയായ അഭിഭാഷകന്റെ ഇടപാടുകളും പോലീസ് പരിശോധിക്കുകയാണ്. കേസിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 7 പേരെ അറസ്റ്റ് ചെയ്തു. മുഖം മൂടി ധരിച്ച് മോഷണം നടത്തിയ 3 പേർക്കായി തിരച്ചിൽ ഊർജിതമാണ്. എറണാകുളം ജില്ലാ കോടതിയിലെ അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രനാഥാണ് കേസിലെ മുഖ്യ സൂത്രധാരൻ. ചേരാനെല്ലൂർ സ്വദേശി ആസിഫ് ഇക്ബാൽ, പള്ളുരുത്തി സ്വദേശിനിയായ ബുഷാവ, സജി, ഇയാൾക്കൊപ്പം ഇടപാടിനെത്തിയ വിഷ്ണു എന്നിവർ ഉൾപ്പെടെ 7 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ 5 പേരെ റിമാൻഡ് ചെയ്തു. ഇതുവരെ പിടിയിലായവരെല്ലാം പണമിരട്ടിപ്പിക്കൽ സംഘത്തിന്റെ ഭാഗമാണെന്ന് പോലീസ് പറഞ്ഞു. കവർച്ചാ സംഘം സഞ്ചരിച്ച 2 കാറുകളും പിടിച്ചെടുത്തു. മുഖംമൂടി ധരിച്ചെത്തിയ 3 പേർക്കായി അന്വേഷണം ഊർജിതമാണ്. കുണ്ടന്നൂരിലെ നാഷണൽ സ്റ്റീൽ കമ്പനി ഉടമ തോപ്പുംപടി സ്വദേശി സുബിൻ ജോസഫിനെ ഭീഷണിപ്പെടുത്തിയാണ് സംഘം പണം കൊള്ളയടിച്ചത്. ട്രേഡ് പ്രോഫിറ്റ് ഫണ്ട് എന്ന പേരിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടക്കുന്ന നോട്ടിരട്ടിപ്പിക്കലിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. 81 ലക്ഷം രൂപ കൊടുത്താൽ 1.10 കോടിയായി തിരിച്ചു കിട്ടുമെന്ന് ആദ്യം പ്രതികളിലൊരാളായ സജി വാഗ്ദാനം ചെയ്തു. 2 ആഴ്ച മുമ്പ് മറ്റ് 2 പ്രതികളായ വിഷ്ണു, ജോജി എന്നിവരെയും സജി സുബിന് പരിചയപ്പെടുത്തി. കവർച്ചാ സംഘം മുഖംമൂടി ധരിച്ച് സ്ഥാപനത്തിലെത്തുമ്പോൾ സജിയും വിഷ്ണുവും ജോജിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ പണം എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സംഘത്തെ കണ്ടതോടെ വിഷ്ണുവും ജോജിയും കടയിൽ നിന്നും മാറി. പണവുമായി കവർച്ചാ സംഘം കടന്നതിന് പിന്നാലെ സജിയെ സുബിനും കടയിലെ ജീവനക്കാരും കൂടി പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. സ്ഥാപനത്തിലുണ്ടായിരുന്ന 81 ലക്ഷം രൂപ അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള പണമായിരുന്നുവെന്നും ഈ തുകയ്ക്ക് രേഖകളുണ്ടെന്നും സുബിൻ പോലീസിനോട് പറഞ്ഞു. കൊച്ചി. പേര് ഹരിപ്രസാദ്, വിളിപ്പേര് പാസ്റ്റർ നമ്പൂതിരി. കോട്ടയം മുളങ്കുട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പെന്തക്കോസ്ത് സഭയുടെ പാസ്റ്ററാണ് ഇയാൾ. ആത്മീയതയുടെ മറവിലും ചാരിറ്റിയുടെ പേരിലും പാസ്റ്റർ നമ്പൂതിരി വലിയ തട്ടിപ്പുകളാണ് നടത്തിയത്. വിശ്വാസികളിൽ നിന്ന് പണവും സ്വർണ്ണ ഉരുപ്പടികളും വാങ്ങിയായിരുന്നു തട്ടിപ്പ്. സംഭവത്തിൽ പരാതിയും കേസുമായതോടെ ഒളിവിൽ പോയ പാസ്റ്റർ പോലീസിന്റെ പിടിയിലായി. കോട്ടയം കുറുമ്പനാടം സ്വദേശിനിയായ യുവതിയുമായി കഴിഞ്ഞ 8 മാസമായി വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് തട്ടിപ്പുകാരനായ പാസ്റ്ററെ പോലീസ് പൊക്കിയത്.
2023 മുതൽ കോട്ടയം മുളങ്കുഴ കേന്ദ്രമായി പെന്തക്കോസ്റ്റ് മിഷൻ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം നടത്തിവരുന്നതിനിടെയാണ് പാസ്റ്റർ നമ്പൂതിരി എന്ന് വിളിപ്പേരുള്ള പാസ്റ്റർ TP ഹരിപ്രസാദ് തട്ടിപ്പ് നടത്തിയത്. ഈ സ്ഥാപനത്തെ മുൻനിർത്തി ചാരിറ്റി മറയാക്കിയായിരുന്നു സാമ്പത്തിക തട്ടിപ്പ്. നിരവധി ആളുകളിൽ നിന്നും പണവും സ്വർണ്ണ ഉരുപ്പടികളും ഇയാൾ വാങ്ങിയെടുത്തു. മണർകാട് സ്വദേശിനിയിൽ നിന്നും മാത്രം 45 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും ഇയാൾ തട്ടിയെടുത്തിരുന്നു. ബംഗളൂരുവിലും തമിഴ്നാട്ടിലുമടക്കം വിവിധയിടങ്ങളിലായി കഴിഞ്ഞ 8 മാസമായി ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി. കുറുമ്പനാടം സ്വദേശിയായ യുവതിയുമായി ചേർന്നായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഇതിനിടെ കൊല്ലത്തെ ഫ്ളാറ്റിൽ ഹരിപ്രസാദ് താമസിക്കുന്നുണ്ടെന്ന് വിവരം ലഭിച്ചതോടെ മണർകാട് പോലീസ് അവിടെ എത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. പ്രതിക്കെതിരെ കൂടുതൽ പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിച്ചിട്ടുണ്ട്. കുമരകം പോലീസ് സ്റ്റേഷനിലും സമാനമായ തട്ടിപ്പിന് ഇയാളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചിങ്ങവനം, ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനുകളിലും സമാന സ്വഭാവമുള്ള പരാതികൾ വന്നിട്ടുണ്ട്. സ്ഥിരമായി ഒരേ സ്ഥലത്ത് താമസിക്കാതെ വിവിധയിടങ്ങളിലായി മാറി മാറി താമസിച്ചാണ് ഹരിപ്രസാദ് പോലീസിനെ കബളിപ്പിച്ചിരുന്നത്. ന്യൂസ് 18 കോട്ടയം. സ്കൂളിൽ വെച്ച് കുട്ടികൾ തമ്മിൽ വഴക്കും തല്ലും ഒക്കെ ഉണ്ടാകാം. പിന്നീട് അവർ കൂട്ടുകൂടുകയും പ്രശ്നം അവസാനിക്കുകയും ചെയ്യും. എന്നാൽ മാതാപിതാക്കൾ അതിൽ ഇടപെട്ടാലാണ് പ്രശ്നം കൈവിട്ടു പോകുന്നത്. മലപ്പുറത്ത് കുട്ടികൾ തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് 13-കാരനെ ക്രൂരമായി തല്ലിച്ചതച്ചത് സഹപാഠിയുടെ പിതാവാണ്. സൈക്കിൾ ചെയിൻ ഉപയോഗിച്ചാണ് കുട്ടിയെ അടിക്കുകയും കാല് പിടിച്ചു വലിച്ച് താഴെയിടുകയും ചെയ്തത്. കേസിൽ സഹപാഠിയുടെ പിതാവ് കാടാമ്പുഴ സ്വദേശി സക്കീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം 23-നാണ് 13-കാരനായ വിദ്യാർത്ഥി സക്കീറിന്റെ ക്രൂരമർദ്ദനത്തിനിരയായത്. സ്കൂളിൽ വെച്ച് കുട്ടികൾ തമ്മിലുണ്ടായ വാക്ക് തർക്കത്തിന്റെ പേരിൽ സക്കീർ വിദ്യാർത്ഥിയെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. കുട്ടി റോഡിലൂടെ നടന്നു പോകുന്നതിനിടെ സഹപാഠിയുടെ പിതാവായ സക്കീർ ബൈക്കിലെത്തി ക്രൂരമായി മർദ്ദിച്ചെന്നാണ് കേസ്. മകനെ കളിയാക്കിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. കുട്ടിയെ മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച് കുട്ടിയെ അടിക്കുകയും കാലു പിടിച്ചു വലിച്ച് താഴെയിടുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മർദ്ദനത്തിൽ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തുടർന്ന് വീട്ടിലെത്തിയ കുട്ടിയെ മാതാപിതാക്കൾ തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ പ്രവേശിപ്പിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പിന്നീട് കുട്ടിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയും ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ളവ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. നരഹത്യാശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതി സക്കീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 13-കാരനെ മർദ്ദിച്ചതിനെതിരെ ബാലാവകാശ കമ്മീഷനും ജില്ലാ പോലീസ് മേധാവിക്കും അടക്കം മർദ്ദനമേറ്റ കുട്ടിയുടെ പിതാവ് പരാതി നൽകിയിരുന്നു. പിന്നാലെയാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് മഞ്ചേശ്വരത്തെ അധ്യാപികയും ഭർത്താവും ആത്മഹത്യ ചെയ്തതോടെ അനാഥനായ 3 വയസ്സുകാരൻ ഒരു നൊമ്പര കാഴ്ചയാണ്. മകനെ ബന്ധുവിൻ്റെ വീട്ടിലാക്കിയാണ് കടമ്പാർ സ്വദേശി അജിത്ത്, ഭാര്യ ശ്വേത എന്നിവർ ജീവനൊടുക്കിയത്. മരിക്കുന്നതിന് മുൻപ് ആ കുരുതിനെപ്പറ്റി എന്തുകൊണ്ടാണ് അവർ ഓർക്കാതിരുന്നത്? നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ കൂട്ടാത്മഹത്യയിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ആത്മഹത്യക്ക് കാരണം സാമ്പത്തിക ബാധ്യതയെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കടമ്പാർ ചെമ്പപ്പദവിലെ അജിത്, ഭാര്യ അധ്യാപികയായ ശ്വേത എന്നിവർ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് ജീവനൊടുക്കിയത്. നാടിനെ നടുക്കിയ ആത്മഹത്യയിൽ മഞ്ചേശ്വരം പോലീസ് വിശദമായ അന്വേഷണമാണ് നടത്തിവരുന്നത്. ആത്മഹത്യക്ക് കാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് കുടുംബാംഗങ്ങളും പരിസരവാസികളും പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരെക്കുറിച്ചുമാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തിവരുന്നത്. ഇതോടൊപ്പം മരിച്ച ശ്വേതയുമായി 2 സ്ത്രീകൾ വാക്ക് തർക്കത്തിലേർപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. ആത്മഹത്യക്ക് തൊട്ടു മുൻപ് 2 സ്ത്രീകൾ വീടിന് സമീപത്ത് വെച്ചായിരുന്നു ശ്വേതയുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടത്.
ഈ ദൃശ്യങ്ങൾ സമീപത്തെ വീട്ടിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ പതിയുകയായിരുന്നു. അതേസമയം ശ്വേതയുമായി തർക്കത്തിലേർപ്പെട്ടത് പണം ഇടപാടുകാരായ സ്ത്രീകളല്ലെന്നും ഇവരുടെ കുടുംബവുമായി അടുത്ത പരിചയമുള്ളവരാണെന്നുമാണ് പറയപ്പെടുന്നത്. ഇവരിലൊരാൾ 2 വർഷം മുൻപ് 8 പവൻ സ്വർണം ശ്വേതയ്ക്ക് നൽകി സഹായിച്ചിരുന്നു. എന്നാൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇത് തിരികെ നൽകിയില്ല. തുടർന്ന് സഹോദരിമാരായ 2 സ്ത്രീകളും കൂടി തിങ്കളാഴ്ച വൈകുന്നേരം ഇവരുടെ വീട്ടിലെത്തി സ്വർണം ആവശ്യപ്പെട്ടു. അത് കയ്യിലില്ലെന്നും നേരത്തെ വിറ്റിരുന്നതായും ശ്വേത പറഞ്ഞപ്പോൾ വാക്കുതർക്കവും കയ്യേറ്റവും ഉണ്ടാവുകയായിരുന്നുവെന്നാണ് വിവരം. ഈ കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തത വരികയുള്ളൂ. മരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിൽ ചോദിക്കുമ്പോൾ, ഇവിടെ ഈ ചുറ്റത്തിൽ ചോദിക്കുമ്പോൾ ഒരു ഫൈനാൻസുകാരുടെ പ്രശ്നം ഉണ്ടായിന്. അപ്പോൾ ആ ഫൈനാൻസുകാർ എന്തോ സംസാരിക്കുമ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള സിദ്ദീഖാജും ലത്തീഫാജും അവരുടെ കൂടെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഇത് സംസാരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പൈസയും വേണം അവനും വേണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭീഷണിയാണ് ഇയാൾ മരിക്കാനുള്ള കാരണം. അജിത്തിന് സഹകരണ ബാങ്കിലും കടബാധ്യതയുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മരിച്ച ദിവസം തന്നെ ഇയാളുടെ ഫോണിലേക്ക് പണമിടപാടുകാരുടേതെന്ന് സംശയിക്കുന്ന ഫോൺ വിളി വന്നതായും സൂചനയുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ലഹരിക്കടിമകളായ യുവാക്കൾ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. കൺമുന്നിൽ കാണുന്നവരെ അകാരണമായി ആക്രമിക്കാനും കൊല്ലാനും അവർക്ക് മടിയില്ല. മലപ്പുറത്ത് വയോധികനെ പുഴയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചത് നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിലാണ്. പുഴയിൽ വല വീശുന്നതിനിടെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ചെറായി സ്വദേശി കുഞ്ഞാലിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കേസിൽ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടെ പ്രതിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം കൂറ്റമ്പാറ സ്വദേശി അബ്ദുൽ സൽമാനെ പൂക്കോട്ടുംപാടം പോലീസാണ് പിടികൂടിയത്. ഒരു പ്രകോപനവുമില്ലാതെ വൃദ്ധനെ പുഴയിൽ മുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് മയക്കുമരുന്ന് കേസടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂറ്റമ്പാറ കല്ലായി സ്വദേശി അബ്ദുൽ സൽമാൻ എന്ന 36-കാരനെയാണ് പോലീസ് പിടികൂടിയത്. ചെറായി സ്വദേശി പുലിക്കുന്നമൽ കുഞ്ഞാലി എന്ന 70-കാരനാണ് അക്രമത്തിനിരയായത്. ബുധനാഴ്ച വൈകിട്ട് 6:30 ചെറായി കെടുങ്ങലിലാണ് സംഭവം. കുഞ്ഞാലി പുഴയിൽ വല വീശിക്കൊണ്ടിരിക്കെ അബ്ദുൽ സൽമാൻ ഉൾപ്പെടെ 5 പേരെത്തി വലയിൽ കളിച്ച് ശല്യം ചെയ്തെന്നാണ് പരാതി. ഇത് ചോദ്യം ചെയ്ത വൈരാഗ്യത്തിന് 5-അംഗ സംഘം കുഞ്ഞാലിയെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും കഴുത്തിൽ പിടിച്ച് വെള്ളത്തിൽ മുക്കുകയുമായിരുന്നു. കുതറി രക്ഷപ്പെട്ടതിനാലാണ് ജീവൻ തിരികെ കിട്ടിയത്. കുഞ്ഞാലിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും അബ്ദുൽ സൽമാനെ പിടികൂടുകയുമായിരുന്നു. അബ്ദുൽ സൽമാനെതിരെ മുൻപും ഗൂഢാലോചന, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ കേസുകളുണ്ട്. കോട്ടക്കൽ പോലീസിൽ 11 കിലോ കഞ്ചാവ് കൈവശം വെച്ച കേസിലും 182 കിലോ കഞ്ചാവും 1 കിലോ ഹാഷിഷ് ഓയിലും പിടികൂടിയ എക്സൈസ് കേസിലും ഇയാൾ പ്രതിയാണ്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജാമ്യത്തിൽ വിട്ടു. ന്യൂസ് 18 മലപ്പുറം. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അക്രമത്തിലും കൊലപാതകത്തിലും പലപ്പോഴും കലാശിക്കാറുണ്ട്. കാസർഗോഡ് സീതാങ്കോളിയിൽ യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചതും പണമിടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ്. കഴിഞ്ഞ ദിവസമാണ് ബദിയടുക്കയിലെ മത്സ്യവില്പനക്കാരനായ അനിൽകുമാറിനെ സംഘം ചേർന്ന് ആക്രമിച്ചത്. കേസിൽ 5 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 6 ആയി. ഞായറാഴ്ച രാത്രിയാണ് സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സീതാങ്കോളിയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് 5 പേർ കൂടി അറസ്റ്റിലായത്. കുതിരപ്പാടി സ്വദേശികളായ മഹേഷ്, പുരന്ദർ ഷെട്ടി, KR രജീഷ്, K അജിത് കുമാർ, K സത്യരാജ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. ASP M നന്ദഗോപന്റെ നേതൃത്വത്തിൽ കുമ്പള പോലീസ് ഇൻസ്പെക്ടർ PK ജിജേഷും സംഘവുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മുഖ്യ പ്രതികളിലൊരാളായ ബേള ചൌക്കാർ ഹൗസിലെ P അക്ഷയ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. ഇയാൾ റിമാൻഡിലാണിപ്പോൾ.
ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. ബദിയടുക്കയിലെ മത്സ്യവില്പനക്കാരനായ അനിൽകുമാറാണ് ആക്രമണത്തിനിരയായത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിൽ കഴുത്തിൽ കത്തി ഉപയോഗിച്ച് കൊത്തിക്കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് കേസ്. മംഗളൂരുവിലെ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെയാണ് അനിൽകുമാറിന്റെ കഴുത്തിൽ തറച്ച കത്തി നീക്കം ചെയ്തത്. കേസിൽ ഇനി 8 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്. സംഘം സഞ്ചരിച്ച 2 വാഹനങ്ങൾ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. സാമ്പത്തിക തട്ടിപ്പിന് ഇരകളാകുന്നവരിൽ കൂടുതലും മലയാളികളായി. അതിന് കാരണവുമുണ്ട്. എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ കുറുക്കുവഴികൾ തേടുന്നവരും കൂടുതൽ ലാഭം ലക്ഷ്യമിടുന്നവരുമാണ് പലപ്പോഴും ചതിക്കപ്പെടുന്നത്. ഉയർന്ന പലിശ ലഭിക്കുമെന്ന് കണ്ടാൽ കടം വാങ്ങിപ്പോലും പണമിടപാട് സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തുന്നവരുണ്ട്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇങ്ങനെ 16 മുതൽ 20% വരെയും പലിശയാണ് വാഗ്ദാനം ചെയ്യുന്നത്. പല മലയാളികളും ലക്ഷങ്ങൾ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ 5 മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾക്കെതിരെ ED അന്വേഷണം നടത്തുന്ന കാര്യം കൂടി ഈ നിക്ഷേപകർ അറിയണം കേട്ടോ. ചില സൊസൈറ്റികൾ നിക്ഷേപകരെ കബളിപ്പിച്ച് പണവുമായി മുങ്ങിയെന്ന് പരാതി ലഭിച്ചതോടെയാണ് ED അന്വേഷണം ആരംഭിച്ചത്. നിക്ഷേപത്തിൻ്റെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. സമീപകാലത്ത് കേരളത്തിൽ നിരവധി മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റികളാണ് പ്രവർത്തനം ആരംഭിച്ചത്. RBI ചട്ടങ്ങൾ ലംഘിച്ച് 16 മുതൽ 20% വരെ പലിശ വാഗ്ദാനം ചെയ്ത് ഈ സ്ഥാപനങ്ങൾ നിക്ഷേപം സ്വീകരിക്കും. ഇങ്ങനെ ലക്ഷങ്ങളും കോടികളും നിക്ഷേപം ലഭിച്ച ശേഷം പിന്നീട് ചില സൊസൈറ്റികൾ നിക്ഷേപകരെ കബളിപ്പിച്ച് പണവുമായി മുങ്ങിയതായി പരാതി ലഭിച്ചതോടെയാണ് ED അന്വേഷണം ശക്തമാക്കിയത്. അതിന്റെ ഭാഗമായി നിലവിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 5 സൊസൈറ്റികളോട് രേഖകൾ ഹാജരാക്കാൻ ED നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോടും കോട്ടയത്തും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി, വിന്നർ റോയൽ വർഷ ക്രെഡിറ്റ് ഹൗസിംഗ് സൊസൈറ്റി, ജീവൻ ജ്യോതി ക്രെഡിറ്റ് ഹൗസിംഗ് സൊസൈറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. സ്ഥാപനങ്ങൾക്കെതിരെ നിരവധി പരാതികൾ EDക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്ത് വലിയ തോതിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുവെന്നും ഇത് RBI ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാർ EDയെ സമീപിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേഷൻ മന്ത്രാലയത്തിന് കീഴിലാണ് മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ. മലയാളികൾ വിവിധ സൊസൈറ്റികളിൽ ലക്ഷങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് EDയുടെ നിർണായക നീക്കം. സൊസൈറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട രേഖകൾ, പ്രാഥമിക അംഗത്വ ലിസ്റ്റ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ വിശദാംശങ്ങൾ, കഴിഞ്ഞ 5 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ എന്നിവ ഹാജരാക്കണമെന്നാണ് ജനറൽ മാനേജർമാർക്ക് നിർദ്ദേശമുള്ളത്. ബാലൻസ് ഷീറ്റിന്റെ പകർപ്പും വായ്പയുടെ വിശദാംശങ്ങളും ED ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിക്ഷേപത്തിന്റെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശമുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണ് പരിശോധിക്കുന്നത്. ഈ സൊസൈറ്റികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ തട്ടിപ്പ് നടത്തിയെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. നേരത്തെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് തട്ടിപ്പ് സംബന്ധിച്ച് സൂചനകൾ ലഭിച്ചിരുന്നു. IBയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് EDയുടെ നടപടികൾ. ന്യൂസ് 18 കൊച്ചി. വീട്ടിലിരുന്ന് പാർട്ട് ടൈം ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കാം. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കാണാറുണ്ട്. ഈ പരസ്യം കണ്ട് വിശ്വസിച്ച് ചതിക്കപ്പെട്ടവരെ കുറിച്ച് അറിയണം. നിരവധി വീട്ടമ്മമാരാണ് തട്ടിപ്പിനിരയായത്. തട്ടിപ്പിന് പിന്നിൽ മലയാളി യുവാക്കൾ തന്നെയാണ്. കേസിൽ കായംകുളം സ്വദേശികളായ 4 സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾ സമാന രീതിയിൽ നിരവധി പേരെ കബളിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. കൂടുതൽ പേർ പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട്.
കായംകുളം സ്വദേശികളായ 21-കാരൻ ആദിൽ മോൻ, 22 വയസ്സുള്ള സെയ്താലി, 28-കാരൻ മുഹസിൻ, 22-കാരൻ ആരോമൽ എന്നിവരെയാണ് കുറുത്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുറുത്തിക്കാട് സ്വദേശിനിയെ പ്രതികൾ ഇൻസ്റ്റാഗ്രാം വഴി പരസ്യം നൽകി പരിചയപ്പെടുകയായിരുന്നു. തുടർന്ന് വാട്സപ്പ് നമ്പർ കരസ്ഥമാക്കി ജോലിയെപ്പറ്റിയും അതിൽ നിന്നുള്ള വരുമാനത്തെപ്പറ്റിയും കൂടുതൽ പരസ്യങ്ങൾ അയച്ചു നൽകി. ഇങ്ങനെ വിശ്വാസ്യത നേടിയെടുത്ത ശേഷം ലിങ്കുകൾ അയച്ചു നൽകി ടെലിഗ്രാം അക്കൗണ്ടിൽ ജോയിൻ ചെയ്യിപ്പിച്ച് വിവിധ ടാസ്കുകൾ നൽകിയായിരുന്നു തട്ടിപ്പ്. ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് പ്രതികളുടെ വിവിധ അക്കൗണ്ടുകളിലേക്ക് പല പ്രാവശ്യമായി 1,78,800 രൂപ ഇവരെ കൊണ്ടയപ്പിച്ചു. തട്ടിപ്പ് മനസ്സിലായതോടെയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. കുറുത്തിക്കാട് സ്വദേശിനിയായ യുവതിയെ ഓൺലൈൻ വഴി ധാരാളം പണം സമ്പാദിക്കാം എന്ന് പറഞ്ഞ് വ്യാജമായ പ്രലോഭനങ്ങൾ നൽകി 1,78,800 രൂപ ചീറ്റ് ചെയ്തതിന് കുറുത്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു സൈബർ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസിൻ്റെ സമഗ്രമായ അന്വേഷണത്തിലാണ് കായംകുളത്ത് നിന്നുള്ള 4 പ്രതികൾ ഈ കേസിലേക്ക് അറസ്റ്റിലാവുന്നത്. ഗുജറാത്ത്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളായിരുന്നു ഇതിലെ ആദ്യകാല മുഖ്യ സൂത്രധാരകളും അക്കൗണ്ടുകളും പണം എല്ലാം പോയിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിലും അത് വളരെ വ്യാപകമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് അത് മനസ്സിലാവുന്നത്. കാരണം യുവതിയുടെ നഷ്ടപ്പെട്ട 1,78,800 രൂപയിൽ നിന്നും പ്രധാനമായി വന്ന തുക വന്നെത്തിയിരുന്നത് കായംകുളത്തെ 2 പ്രധാനപ്പെട്ട അക്കൗണ്ടുകളിലേക്കായിരുന്നു. ആ 2 അക്കൗണ്ടുകളും അതിനെ തുടർന്ന് അവരെ ഇതിലേക്ക് ക്യാൻവാസ് ചെയ്ത് അവർക്ക് അമിതമായി പണം കൊടുത്ത് ഈ അക്കൗണ്ടുകൾ വാങ്ങി മറ്റാളുകൾ കൊടുക്കുന്ന തരത്തിലുള്ളൊരു ഓപ്പറേഷനാണ് ഇവിടെ നടത്തിയിരുന്നത്. അതിലെ പ്രധാനപ്പെട്ട കണ്ണികളായുള്ളത് 3-4 പ്രതികളാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രതികൾ സമാന രീതിയിൽ പലരിൽ നിന്നും പണം കൈക്കലാക്കിയിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. യുവതിയുടെ അക്കൗണ്ടിൽ നിന്നും 1-2 പ്രതികൾ തങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പണം വാങ്ങിയിരുന്നു. 3-4 പ്രതികൾ മറ്റാളുകളെ സ്വാധീനിച്ച് അക്കൗണ്ടുകൾ വാങ്ങി ഓൺലൈൻ തട്ടിപ്പുകാർക്ക് നൽകിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി. കേസിൽ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു. മാവേലിക്കര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കായംകുളം. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് ആഡംബരക്കാർ കടത്തിയ കേസിൽ വാഹന കള്ളക്കടത്ത് സംഘത്തെ ലക്ഷ്യമിട്ടാണ് ഇഡിയുടെ അടുത്ത നീക്കങ്ങൾ. ഭൂട്ടാനിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് ഇടനിലക്കാരനായി പ്രവർത്തിച്ചതെന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കോയമ്പത്തൂർ റാക്കറ്റായ ഷൈൻ മോട്ടേഴ്സിൽ നിന്നാണ് ഉന്നത ഉദ്യോഗസ്ഥനെക്കുറിച്ചും ഡൽഹി സംഘത്തെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ലഭിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. റെയ്ഡിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ നുങ്കൂറിൽ കസ്റ്റംസിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തിയതോടെയാണ് രാജ്യാന്തര തലത്തിൽ നടക്കുന്ന വാഹനക്കള്ളക്കടത്തിന്റെ നിർണായക വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം നടന്ന വ്യാപക പരിശോധനയിലാണ് കോയമ്പത്തൂരിലെ ഷൈൻ മോട്ടോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. ഇതിന്റെ നടത്തിപ്പുകാരായ സാദിഖ്, ഇമ്രാൻഖാൻ, വാഹനക്കടത്തിന്റെ പ്രധാന ഇടനിലക്കാർ, ഭൂട്ടാനിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ തുടങ്ങിയവരുടെ വിവരങ്ങളും ഇഡിക്ക് ലഭിച്ചു. വ്യാജ NOC അടക്കം പിടിച്ചെടുത്ത രേഖകൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് ഡൽഹി റാക്കറ്റിലേക്കുള്ള സൂചനകൾ ഇഡിക്ക് ലഭിച്ചത്. ഡൽഹി റാക്കറ്റിനെ കുറിച്ചുള്ള സംശയങ്ങൾ നേരത്തെയും കസ്റ്റംസ് പ്രകടിപ്പിച്ചിരുന്നു. ഇലക്ട്രോണിക് തെളിവുകളും ഇടനിലക്കാരുടെ ഇടയിൽ നടന്ന സംഭാഷണങ്ങളും ഉൾപ്പെടെ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഫെമ ചട്ടലംഘനത്തിന്റെ പേരിലാണ് നിലവിൽ ഇഡി അന്വേഷണം. കള്ളപ്പണം വെളുപ്പിക്കലിന്റെ തെളിവുകൾ ലഭിച്ചാൽ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കും. അതേസമയം വാഹനങ്ങൾ കണ്ടുകെട്ടാനുള്ള കസ്റ്റംസിന്റെ പരിശോധന തുടരുകയാണ്. ദുൽഖർ അടക്കമുള്ള താരങ്ങളെ വിളിച്ചു വരുത്തുന്നത് ഇനിയും തീരുമാനമായിട്ടില്ല. ന്യൂസ് 18 കൊച്ചി. സാധാരണ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടാൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങാമെന്നും വലിയ ശിക്ഷ കിട്ടില്ലെന്നുമാണ് യുവാക്കളുടെ ചിന്ത. എന്നാൽ ലഹരി കേസുകളിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ശക്തമായ നടപടിയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. കാസർഗോഡ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 10 വർഷം കഠിന തടവാണ് ശിക്ഷ. നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റഹ്മാൻ, പെരുമ്പളക്കടവ് സ്വദേശി അഹമ്മദ് കബീർ, ആദൂർ സ്വദേശി മുഹമ്മദ് ഹാരിസ് എന്നിവർ 1 ലക്ഷം രൂപ പിഴയും ഒടുക്കണമെന്ന് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിയിലുണ്ട്.
2022 ഫെബ്രുവരിയിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 22.5 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലാണ് ശിക്ഷാവിധി. ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 22.5 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലാണ് 3 പ്രതികൾക്ക് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി പ്രിയ കെ ആണ് ശിക്ഷ വിധിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം അധിക തടവും അനുഭവിക്കണം. 2022 ഫെബ്രുവരി 4 രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം. നെല്ലിക്കട്ട ആമൂസ് നഗറിൽ താമസിക്കുന്ന അബ്ദുൾ റഹ്മാൻ, പെരുമ്പളക്കടവ് കബീർ മൻസലിൽ അഹമ്മദ് കബീർ, ആദൂർ സ്വദേശി മുഹമ്മദ് ആരിസ് KP എന്നീ പ്രതികൾക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. കാസർഗോഡ് ചൌക്കി പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. അന്നത്തെ സബ് ഇൻസ്പെക്ടറായിരുന്ന മധുസൂദനൻ P, SI കൃഷ്ണൻ കൊട്ടിലകണ്ടി എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വിദ്യാനഗർ ഇൻസ്പെക്ടറും നിലവിൽ ബേക്കൽ DVSPയുമായ VB മനോജാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവർണർ പ്ലീഡർ ചന്ദ്രമോഹനൻ, G ചിത്രകല എന്നിവർ ഹാജരായി. ന്യൂസ് 18 കാസർഗോഡ്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയാലും താമസക്കാരെ വീട്ടിൽ നിന്നും ഇറക്കി വിടരുതെന്നാണ് സർക്കാർ നിർദ്ദേശം. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാക്കിന് പോലും പുല്ലുവില കൽപ്പിക്കുന്ന ചില ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ട്. തിരുവനന്തപുരം വെങ്ങാനൂരിൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയത് കാരണം ബാങ്ക് വീട് പൂട്ടി ജപ്തി ചെയ്തു. തൊട്ടു പിന്നാലെ M. വിൻസെൻ്റ് MLAയുടെ നേതൃത്വത്തിൽ പൂട്ടുപൊളിച്ച് വീട്ടമ്മയെ തിരികെ പ്രവേശിപ്പിച്ചു. വെള്ളാർ ഗ്രാമീൺ ബാങ്ക് അധികൃതരാണ് പോലീസിന്റെ സഹായത്തോടെ ജപ്തി നടപടികൾ സ്വീകരിച്ചത്. വിദ്യാഭ്യാസ വായ്പയും ഭവന വായ്പയും തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് കോവളം വെങ്ങാനൂർ സ്വദേശി സെലീന ഭായ് എന്ന 62-കാരിയുടെ വീട് ബാങ്ക് ജപ്തി ചെയ്തത്. വെള്ളാർ ഗ്രാമീൺ ബാങ്ക് അധികൃതരാണ് പോലീസിന്റെ സഹായത്തോടെ വീട് പൂട്ടി സീൽ വെച്ചത്. 2015 തയ്യൽക്കടയ്ക്കായി 1 ലക്ഷം രൂപയാണ് സെലീന ബാങ്ക് വായ്പ എടുത്തത്. എന്നാൽ പിന്നീട് വീട് പുനരുദ്ധാരണത്തിന് വേണ്ടി 3 ലക്ഷം രൂപ കൂടി എടുത്തു. ഇതോടെ ആകെ കടബാധ്യത 4 ലക്ഷം രൂപയായി. 2 പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞതോടെ സാമ്പത്തികമായി പ്രയാസത്തിലായ സെലീനയ്ക്ക് വായ്പാ തിരിച്ചടവ് മുടങ്ങി. തുടർന്നാണ് ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടന്നത്. ബന്ധുവീട്ടിൽ പോയിരുന്ന സമയത്താണ് ബാങ്ക് അധികൃതരെത്തി വീട് സീൽ ചെയ്തതെന്ന് സെലീന ആരോപിക്കുന്നു. ഞാൻ ഇവിടെ വന്നപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് പറഞ്ഞു ഇത് തുറന്നു കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു കണക്ക് എന്താണെന്ന്. ഈ 16,000 18,000 രൂപ ഞാൻ അടച്ച പൈസ ഞാൻ വിൻഡ്രോ ചെയ്തിരിക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് കണക്ക് ക്ലിയർ ആയിട്ട് എത്ര രൂപ വരണം അതിനെ ഞാൻ അടയ്ക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റൂല, ഞങ്ങൾക്ക് ഇത് ചെയ്തേ പറ്റുള്ളൂ, കോടതിയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർ അടക്കം ഇടപെട്ടാണ് വിവരം സ്ഥലം MLA M. വിൻസെന്റിനെ അറിയിച്ചത്. തുടർന്ന് സ്ഥലത്തെത്തിയ MLAയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് വീടിന്റെ പൂട്ട് തകർത്താണ് സെലീനയെ തിരികെ പ്രവേശിപ്പിച്ചത്. വായ്പയുടെ പേരിൽ ആരെയും കുടിയിറക്കില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകിയിട്ടും ജപ്തി നടപടികൾ തുടരുകയാണെന്ന് M. വിൻസെന്റ് ആരോപിച്ചു. 10 ലക്ഷം രൂപ വരെയുള്ള കടബാധ്യതകൾക്ക് ജപ്തി നടപടികൾ പാടില്ലെന്ന നിയമം പരിഗണനയിലിരിക്കെ നടപടി സ്വീകരിച്ചത് പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന നിയമസഭയിൽ പറഞ്ഞത് ഈ ലോൺ ബാധ്യതയുടെ പേരിൽ ആരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടില്ല എന്നാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പോലീസ് തന്നെ ഇതിന്റെ സാന്നിധ്യത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പരമാവധി ഇളവുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവര് കുറെ കാലാവധി മാസം തോറും അടയ്ക്കാൻ ഉള്ള ഒരു സജ്ജീകരണം ചെയ്താൽ അവർ അടയ്ക്കാം. ഇത് കൂട്ടിയെടുത്ത് പോയാൽ പിന്നെ എവിടെയും പോകാൻ അവർക്ക് സ്ഥലമില്ല എന്നുള്ളതാണ് വസ്തുത. വിഷയത്തിൽ ബാങ്ക് അധികൃതരുമായി ചർച്ച നടത്തി തിരിച്ചടവിന് സാവകാശം തേടുമെന്ന് M. വിൻസെന്റ് ഉറപ്പു നൽകി. അതേസമയം അതിനു മുൻപ് ബാങ്ക് തുടർ നടപടികളുമായി രംഗത്ത് വരുമോ എന്ന ആശങ്കയിലാണ് സെലീന ഭായ്. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MP പോലീസ് ലാത്തിച്ചാർജിൽ പരിക്ക്.
LDF UDF പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിലാണ് ഷാഫിക്കും DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനും KM അഭിജിത്തിനും നിരവധി പ്രവർത്തകർക്കും പരിക്കേറ്റത്. പേരമ്പ്ര DYSP ഉൾപ്പെടെ 10 പോലീസുകാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. കൊല്ലം പുത്തൂർ പൊരീക്കലിൽ ഗോകുൽനാഥ് എന്ന യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി പിടിയിൽ. മാറനാട് ജയന്തി നഗർ സ്വദേശി അരുൺ ആണ് അറസ്റ്റിലായത്. കായംകുളത്ത് മോഷണം ചോദ്യം ചെയ്ത മധ്യവയസ്കനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 3ഉം 4ഉം 5ഉം പ്രതികൾ റിമാൻഡിൽ. ചേരാവള്ളി സ്വദേശി സുരേഷിന്റെ ഭാര്യ കനി, മകൻ വിഷ്ണു, വിഷ്ണുവിന്റെ ഭാര്യ അഞ്ജന എന്നിവരെയാണ് കായംകുളം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. അതേസമയം കൊല്ലപ്പെട്ട സജി മോഷ്ടിച്ചതായി പറയുന്ന 2.5 ഗ്രാം തൂക്കം വരുന്ന ബ്രേസ്ലെറ്റ് മേനാത്തേരിയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ഇടുക്കി നെടുങ്കണ്ടം മാവടിയിൽ ഏലത്തോട്ടത്തിൽ നിന്നും ഏലക്ക മോഷ്ടിച്ച സഹോദരന്മാർ അറസ്റ്റിൽ. മാവടി മുളകുപാറയിൽ വിഷ്ണു, ജയകുമാർ, മുരുകേശൻ എന്നിവരെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം വൈപ്പിനിൽ ലഹരിക്കടിമയായ മകന്റെ അടിയേറ്റ് തലയ്ക്ക് ഗുരുതരമായി പരിക്കുപറ്റി ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചു. ഞാറയ്ക്കൽ വാടക്കൽ വീട്ടിൽ ജോസഫാണ് മരിച്ചത്. വിമുക്ത ഭടനാണ്. സെപ്റ്റംബർ 28-നാണ് മകൻ ജൂഡ് നിലവിളക്ക് കൊണ്ട് പിതാവിന്റെ തലക്കടിച്ചത്. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ് ആത്മഹത്യ. എന്നാൽ ഇങ്ങനെ മരിക്കാൻ തീരുമാനിക്കുന്നവർ നിങ്ങളുടെ മക്കളെക്കുറിച്ചും ഉറ്റ ബന്ധുക്കളെക്കുറിച്ചും ചിന്തിക്കാറുണ്ട്. അവർ പിന്നീട് അനുഭവിക്കുന്ന ഒറ്റപ്പെടലും വേദനയുമുണ്ട്. കണ്ണൂർ കരിവെള്ളൂരിൽ രാവിലെ മക്കളെ സ്കൂളിലേക്ക് യാത്രയച്ച യുവതി. കുട്ടികൾ തിരികെ വീട്ടിലെത്തിയപ്പോൾ അറിഞ്ഞത് അമ്മയുടെ മരണവാർത്തയാണ്. മക്കളെ സ്കൂളിലേക്ക് അയച്ച ശേഷമാണ് കരിവെള്ളൂർ സ്വദേശിനി നീതു ആത്മഹത്യ ചെയ്തത്. വീടിൻ്റെ മുറ്റത്താണ് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ യുവതിയെ കണ്ടത്. ആ കുരുന്നുകളുടെ മുഖമൊരു വല്ലാത്ത നൊമ്പരാണ്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരോട് പറയട്ടെ, നിങ്ങളുടെ മരണശേഷം മക്കൾ എങ്ങനെ ജീവിക്കുമെന്ന് ഒന്ന് ചിന്തിക്കണം കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.